കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ കക്ഷികളും നൽകിയ ഹർജികൾ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ SIR നടപ്പാക്കുന്നത് പ്രായോഗികമല്ല എന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഡൽഹിയിലെ പ്രഭാതം എങ്ങനെ? പുറത്തിറങ്ങാൻ പറ്റുന്ന കാലാവസ്ഥയിലാണോ ഡൽഹി? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഡൽഹിയിൽ യഥാർത്ഥത്തിൽ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ശക്തമായ മലിനീകരണം തുടരുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 400-ന് മുകളിലാണ് വായു ഗുണനിലവാര നിരക്ക് 15ഓളം കേന്ദ്രങ്ങളിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പ്രഭാത നടത്തം, എക്സൈസ് ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കണമെന്നാണ് മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. കൂടാതെ തണുപ്പും കടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന SIR നടപടികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. അത് കേരളത്തിലെ ഈ SIR നടപടികൾക്കെതിരെ സംസ്ഥാന സർക്കാർ, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPIM എന്നിവർ സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന് മുന്നിലാണ് ഈ ഹർജികൾ വരുന്നത്. ഈ ബീഹാറിലെ SIR നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിച്ച അതേ ബെഞ്ച് തന്നെയാണ് ഈ ഹർജികളും പരിഗണിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രധാനമായും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾക്കിടെ ഈ SIR എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളതാണ്. അതിന് ജനങ്ങൾക്ക്, ഒപ്പം തന്നെ BLOമാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ ഈ SIR നടപടികൾ നിർത്തിവെക്കണം എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഹർജിയിലെ ആവശ്യം. അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ ഹർജിയിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും, ഒപ്പം BLOമാർക്കുണ്ടാകുന്ന സംഘർഷം, സമ്മർദ്ദം, കൂടാതെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BLOയുടെ ആത്മഹത്യ ഉൾപ്പെടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി സുപ്രീം കോടതി തേടും. എന്ത് പരാമർശം സുപ്രീം കോടതിയിൽ നിന്നും ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഉണ്ടാകും എന്നുള്ളതും നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.